ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ താപപ്രേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ PSC ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ടോപ്പിക്കാണ് താപപ്രേഷണം. എന്താണ് താപപ്രേഷണം, താപപ്രേഷണം ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം താപം എന്നാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, വൈദ്യുതി പോലെ അല്ലെങ്കിൽ പ്രകാശം പോലെ താപം ഒരു ഊർജ രൂപമാണെന്ന്, അല്ലേ? അപ്പോൾ താപം ഒരു ഊർജ രൂപമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് താപം ഒരു ഊർജ രൂപമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോഡൈനാമിക്സ് എന്നറിയപ്പെടുന്നു. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ് താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയതെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ താപം അളക്കുന്ന ഒരു യൂണിറ്റാണ് ജൂള്. താപത്തിൻ്റെ SI യൂണിറ്റാണ് ജൂള്. അതുപോലെ മറ്റൊരു യൂണിറ്റാണ് കലോറി. അപ്പോൾ ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഒരു കലോറി എന്നാൽ 4.2 ജൂളാണ്. ഇനി നമുക്ക് താപപ്രേഷക രീതികളിലേക്ക് വരാം. അതാണല്ലോ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ആ ഭാഗത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ താപപ്രേഷണം എന്ന് പറയുന്നത്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താപപ്രേഷണം വിവിധ രീതികളിലാണ്. 3 രീതികളുണ്ട് പ്രധാനമായിട്ടും. ചാലനം അഥവാ കണ്ടക്ഷൻ, ചാലനം അഥവാ കണ്ടക്ഷൻ, സംവഹനം അഥവാ കൺവെക്ഷൻ, സംവഹനം അഥവാ കൺവെക്ഷൻ, ലാസ്റ്റ് വികിരണം, വികിരണം അഥവാ റേഡിയേഷൻ. ഈ 3 രീതികളാണ് താപപ്രേഷണത്തിനുള്ളത്, അല്ലെങ്കിൽ താപം പ്രേഷണം ചെയ്യുന്നത് ഈ 3 രീതികളിലൂടെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് ചാലനം അഥവാ കണ്ടക്ഷൻ എന്താണെന്ന് നോക്കാം. ചാലനം അഥവാ കണ്ടക്ഷൻ. ഖരവസ്തുക്കളിൽ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന തരത്തിലുള്ള താപപ്രേഷണം, അതാണ് ചാലനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഖരവസ്തുക്കളിൽ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ, അതായത് ഖരവസ്തുക്കൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ തന്മാത്രകൾ എന്താണ്? ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അപ്പോൾ ഈ ഖരവസ്തുക്കളുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ചൂടാകുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യില്ല, അല്ലേ? ഖരവസ്തുക്കളിലെ തന്മാത്രകൾ മൂവ് ചെയ്യില്ല, അത് ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അവ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് ഈ ഒരു താപം കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ഖരവസ്തുക്കളിലാണ് ചാലനം മുഖാന്തരം താപപ്രേഷണം നടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഖരവസ്തുക്കളിൽ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള വസ്തുക്കൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം താപപ്രേഷണമാണ് ചാലനം അഥവാ കണ്ടക്ഷൻ. ഇവിടെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ? തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. ഓർത്തു വയ്ക്കുക, തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. പകരം തന്മാത്രകൾ കമ്പനം ചെയ്യുകയും ആ കമ്പനം മൂലമാണ് താപ കൈമാറ്റം നടക്കുന്നത്. ഒരു തന്മാത്രയിൽ നിന്ന് തൊട്ടടുത്ത തന്മാത്രയിലേക്ക് താപമാറ്റം നടക്കുന്നത് ഈ തന്മാത്രകളുടെ കമ്പനം മൂലമാണ്. ഇവിടെ എന്തില്ല? തന്മാത്രകൾ സ്ഥാനം മാറുന്നില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന രീതി ചാലനത്തിലൂടെയാണ്. ഇവിടെ താപപ്രേഷണത്തിൽ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല എന്നുകൂടിയുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ഇനി നമുക്ക് 2 തരത്തിലുള്ള കണ്ടക്ടേഴ്സ് ഉണ്ട്, ചാലകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സുചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ്. ഗുഡ് കണ്ടക്ടേഴ്സ് എന്താണ്? ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്. ലോഹങ്ങൾ പോലെ ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സുചാലകങ്ങളും വ്യത്യസ്ത അളവിലാണ് താപം കടത്തിവിടുന്നത് എന്നുകൂടിയുള്ളത് ഒരു പോയിന്റായിട്ട് ഓർത്ത് വയ്ക്കുക. ചാലനം വഴി നന്നായി താപം കടത്തിവിടുന്ന വസ്തുക്കളാണ് സുചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ്. ലോഹങ്ങളെല്ലാം സുചാലകങ്ങളാണ്. എല്ലാ സുചാലകങ്ങളും വ്യത്യസ്ത അളവിലാണ് താപം കടത്തിവിടുന്നത്. ഇനി
കുചാലകങ്ങളെക്കുറിച്ച് നോക്കാം. എന്താണ് ഈ കുചാലകങ്ങൾ അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ്? ഗുഡ് കണ്ടക്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളെയാണ് കുചാലകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം തടി അല്ലെങ്കിൽ പേപ്പർ, ബേക്കലൈറ്റ് ഇവയൊക്കെ കുചാലകങ്ങൾക്ക് എക്സാമ്പിളാണ്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലും അതുപോലെ പ്രഷർ കുക്കറുകളിലും ഒക്കെ കൈപ്പിടിയായി ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റ് ആണ്. കാരണം ബേക്കലൈറ്റ് ഒരു പുവർ കണ്ടക്ടറാണ്. നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ കയ്യിലേക്ക് ചൂടടിക്കില്ല അല്ലേ. അപ്പോൾ താപം കടത്തിവിടാത്ത കാരണം ഈ പാത്രം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ചൂടടിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രഷർ കുക്കറിൻ്റെയും അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയും ഒക്കെ കൈപ്പിടി ബേക്കലൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ. എക്സാമ്പിളാണ് തടി, പേപ്പർ, ബേക്കലൈറ്റ് എന്നിവ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു താപപ്രേഷണ രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. സംവഹനം അഥവാ കൺവെക്ഷൻ. എന്താണ് സംവഹനം? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രസരണം ചെയ്യുന്ന രീതിയാണ്. നമ്മൾ ചാലനം പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? തന്മാത്രകൾക്ക് അവിടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ സംവഹനങ്ങളുടെ കേസിൽ എങ്ങനെയാണ്? സംവഹനത്തിൻ്റെ കേസിൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യുന്ന രീതിയെയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ദ്രാവകങ്ങളും വാതകങ്ങളിലും ഒക്കെ നടക്കുന്ന താപപ്രസരണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക പോയിന്റ്. ഖരപദാർത്ഥങ്ങളിൽ ചാലനങ്ങളിലൂടെയാണ് താപപ്രേഷണം നടക്കുന്നത്. അതുപോലെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതി സംവഹനമാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതി ഏത്? സംവഹനം അഥവാ കൺവെക്ഷൻ. ഇനി കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രസരണ രീതി ഏതാണ്? അതും സംവഹനമാണ്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപപ്രസരണ രീതി സംവഹനമാണ്. ഇനി അടുത്തത് വികിരണത്തിലേക്ക് വരാം. വികിരണം അഥവാ റേഡിയേഷൻ. ഇവിടെ എന്താണ്? ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം. ഇപ്പോൾ സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിൽ എത്തുന്നത് ഏത് വഴിയാണ്? വികിരണം വഴിയാണ്, റേഡിയേഷൻ വഴിയാണ് അല്ലേ. അതുപോലെ കത്തുന്ന ഒരു ബൾബ്, ആ ബൾബിൻ്റെ താഴെ നമ്മൾ പോയി നിന്നാൽ നമുക്ക് താപം അനുഭവപ്പെടും. അതെന്താണ്? വികിരണത്തിലൂടെയാണ്. ഇനി ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത്, അതും ഈ വികിരണം എന്നുള്ള താപപ്രേഷണ രീതി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് താപപ്രേഷണ രീതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്സും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.